പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിവാദങ്ങൾ കൊടിയേറി നിന്നിരുന്ന നമ്മുടെ കാക്കഞ്ചേരി മലബാർ നിർമ്മാണശാലയെക്കുറിച്ചാണ്. അതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണുന്നത്. ഇന്ന് എന്ന് പറയുമ്പോൾ 24 സെപ്റ്റംബർ 2023. മലബാർ ഗോൾഡിൻ്റെ ഈയൊരു നിർമ്മാണശാല കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതുപോലെ മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ, അതുപോലെ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചതാണ്, ഇനാഗുറേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ മാർച്ചിലായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ. ഇനാഗുറേഷന് മുമ്പ് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം നടക്കുന്നുണ്ടായിരുന്നു. ഈ ആരോ മാർക്ക് വരുന്ന ഭാഗത്താണ് ഹൈവേ എന്നുള്ളതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ ഈ മുൻവശത്ത് കാണുന്ന NH-66 വോക്ക് അവസാന ഘട്ടത്തിലാണ്. ഈ ആരോ മാർക്ക് കാണുന്ന ഭാഗമാണ് പള്ളിക്കൽ ബസാറിലേക്കുള്ള റോഡ്. ഇതിനോട് ചാരി നിൽക്കുന്ന ഈ ഒരു പോയിന്റ്, മലബാർ ഗോൾഡിൻ്റെ നിർമ്മാണ ഫാക്ടറിനോട് ചാരി നിൽക്കുന്ന ഇവിടുന്ന് താഴോട്ട് ഒരു ഉള്ളിലോട്ട് ജനവാസം അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. നേരെ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ഇടിമൊയ്ക്കൽ ആ വളവ്. ഇതൊരു അപകട വളവായിരുന്നു. അതിൻ്റെ ആ വളവൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ NH-66 പോക്ക് കംപ്ലീറ്റ് സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ആരോ മാർക്ക് കാണുന്ന അവിടം വരെയാണ് റോഡ് താഴ്ന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ആ വളവൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ് പോകുന്നത്. മലബാർ ഗോൾഡിൻ്റെ ഈ നിർമ്മാണശാലയെക്കുറിച്ചുണ്ടായിരുന്ന കോൺട്രവേഴ്സി, അവിടുത്തെ പ്രദേശവാസികളുടെ ഉണ്ടായിരുന്ന കോൺട്രവേഴ്സി, എതിർപ്പ് ഉണ്ടായിരുന്നത് ഈ കാക്കഞ്ചേരി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചേലാമ്പ്ര പഞ്ചായത്തിനോടും, അതുപോലെ പള്ളിക്കൽ പഞ്ചായത്തിനോടും, അതുപോലെ നമ്മുടെ ഒരു പഞ്ചായത്തും കൂടെ ഉണ്ടല്ലോ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തേഞ്ഞിപ്പലം പഞ്ചായത്താണ്. അപ്പോൾ ഈ 3 പഞ്ചായത്തുകൾ, ചേലാമ്പ്ര പഞ്ചായത്ത്, തേഞ്ഞിപ്പലം പഞ്ചായത്ത്, അതുപോലെ പള്ളിക്കൽ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിനോടും ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഈ കാക്കഞ്ചേരി, ഈ ഒരു കിൻഫ്ര ടെക്നോ പാർക്ക് മലബാർ ഗോൾഡിൻ്റെ നിർമ്മാണ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം കടൽ നിരപ്പിനേക്കാളും 185 അടി മുകളിലാണ്, ഏകദേശം 185 അടി മുകളിലാണ് ഈ കാക്കഞ്ചേരി പ്രദേശം നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തുള്ളി മലിനജലം വീണാൽ ഈ 3 പഞ്ചായത്തിനെയും, ഈ ചേലാമ്പ്ര പഞ്ചായത്തിനെയും, അതുപോലെ പള്ളിക്കൽ പഞ്ചായത്തിനെയും, അതുപോലെ നമ്മുടെ തേഞ്ഞിപ്പലം പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിൻ്റെയും ജലസ്രോതസ്സിനെ അത് കാര്യമായ സ്ഥിതിയിൽ ബാധിക്കുമെന്നുള്ളത് പ്രദേശവാസികളായ സമരക്കാർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ഇതിൻ്റെ സമരം ഇത്രയും വർഷം, ഏകദേശം 6 വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 2100 ദിവസങ്ങളോളം നീണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ സമരം. നമ്മുടെ ഈ മലബാർ ഗോൾഡിൻ്റെ നിർമ്മാണ ഫാക്ടറിയും കാക്കഞ്ചേരി ഗവൺമെൻറ് കിൻഫ്ര പാർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശം കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിലായിരുന്നു കിൻഫ്ര സ്ഥിതി ചെയ്യുന്നത്. നമ്മളീ കാണുന്ന 70 ഏക്കർ സ്ഥലത്താണ് കാക്കഞ്ചേരിയുള്ള ഈ കിൻഫ്ര സ്ഥിതി ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഇവിടെ വരുന്നത്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് 1968-ലാണ്. 1970-ലാണ് യൂണിവേഴ്സിറ്റി ഈ സ്ഥലത്തിന് മേലെ കണ്ണ് വെച്ചിട്ട് ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന പ്രദേശവാസികളായ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ട് ഇത് കിൻഫ്രക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു 70 ഏക്കർ സ്ഥലം. നമ്മളിപ്പോൾ ഈ ആരോ മാർക്ക് കാണുന്നത് പാരിസ് ലിബർട്ടിൻ്റെ നിർമ്മാണം, പുക പോകുന്നൊക്കെ കാണാം വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ. ഇതിൻ്റെ ഒരു അവസാന പോയിൻ്റ്
ഇതിൻ്റെ ഒരു എൻഡ് ഭാഗമാണ് ഏറ്റവും ലാസ്റ്റ്. അതിനോട് ചാരിക്ക് വീടാണ് ഈ ആരോ മാർക്ക് കാണുന്നതാണ്. നമ്മൾ ഈ കാണുന്ന വെള്ള ബിൽഡിങ് കാക്കഞ്ചേരി കിൻഫ്രയിൽ IT കമ്പനികൾക്ക് മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ സ്പേസ് ഇല്ലാണ്ട് വന്നപ്പോൾ, പുതിയ ഒരുപാട് കമ്പനികൾ വന്നപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായ P. രാജീവ്, അതുപോലെ അബ്ദുസമദ് സമദാനി സാഹിബ്, അതുപോലെ MLA, കിൻഫ്രൻ്റെ MD ഇവരൊക്കെ ഇനാഗുറേറ്റ് ചെയ്തതാണ് പുതിയ ബിൽഡിങ്. ഈ ഒരു ഭാഗം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക്, കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ഒരു ആരോ മാർക്ക് കാണാം. അവിടം വരെയാണ് റോഡ് താഴ്ച. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പം റോഡ് താഴ്ന്ന പ്രദേശം, കിൻഫ്രൻ്റെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് റോഡ് താഴ്ന്നിക്കാണ്. ആ ആരോ മാർക്ക് കണ്ട ഭാഗത്തു നിന്ന് സാധാ നിരപ്പിലേക്കാണ് റോഡ് പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കിൻഫ്രൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ്, കിൻഫ്രണ്ടക്ക് കയറുന്ന ഭാഗമാണ്. അവിടെ മുമ്പുണ്ടായിരുന്നൊരു ഗേറ്റാണ്. ഇതിപ്പോൾ റോഡിൻ്റെ നടു പൊളിച്ച് മാറ്റിയതാണ് NH-66 എക്സ്പാൻഷന് വേണ്ടിയിട്ട്. NH-66 ഫേസ് ചെയ്ത് മലബാർ ഗോൾഡിൻ്റെ ഫാക്ടറി ഈ ഒരു പോയിന്റിൽ ഒരു ക്രോസിങ്, ഒരു ബ്രിഡ്ജ്, ചെറിയ ബ്രിഡ്ജ് പള്ളിക്കൽ പഞ്ചായത്തിലേക്ക്, പള്ളിക്കൽ ബസാർ റോഡിലേക്ക് കൊടുക്കുന്നൊരു ഭാഗത്ത് അതിൻ്റെ ഒരു വർക്കിൻ്റെ പ്രോഗ്രസ് കാണാം നമുക്ക്. ഇപ്പം നമുക്ക് കാക്കഞ്ചേരിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 1968 യൂണിവേഴ്സിറ്റി ഇവിടെ നിലവിൽ വരുന്നത്. 1970 ഈ ഒരു സ്ഥലം യൂണിവേഴ്സിറ്റി അക്വയർ ചെയ്യുന്നത് എക്സ്പാൻഷന് വേണ്ടിയിട്ട്, എഞ്ചിനീയറിംഗ് കോളേജ് മറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് 70 കാക്കഞ്ചേരി കിൻഫ്രയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഈ 70 ഏക്കർ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന 70 ഏക്കർ സ്ഥലമാണ് കിൻഫ്രൻ്റെ ബോർഡിന് വേണ്ടിയിട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കൊടുത്ത സ്ഥലമാണ്. ഈ ഒരു പ്രദേശമൊക്കെ, ആ നീല ഷീറ്റ് കാണുന്ന, ഈ ആരോ മാർക്ക് കാണുന്നതൊക്കെ കിൻഫ്രൻ്റെ ബൗണ്ടറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണുന്നത് വരെ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ കാറാണ് ഈ കാണുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ഫുട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കാം. താങ്ക് യു ആൾ.